റോമർ 1:17. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. ഈ നീതി എനിക്ക് എങ്ങനെയാ കിട്ടിയത്? യേശുവിൽ വിശ്വസിച്ചപ്പോൾ. അതുകൊണ്ടാണ് വിശ്വാസം ഹേതുവായും എന്ന് എഴുതിയത്. ഇനി യേശുവിൽ വിശ്വസിച്ചപ്പോൾ എനിക്ക് നീതി കിട്ടിയല്ലോ. ഇത് എന്തിനാ കിട്ടിയത്? വിശ്വാസത്തിനായിക്കൊണ്ട്. നീതി കിട്ടിയ നിങ്ങൾ നീതിയിൽ വിശ്വസിക്കാതിരുന്നാൽ കിട്ടിയ നീതി കൊണ്ട് എന്ത് പ്രയോജനം? നീതിമാന്മാരായ നിങ്ങൾ ദൈവം തന്ന നീതിയിൽ വിശ്വസിക്കാതിരുന്നാൽ നീതി കിട്ടിയെന്ന് പറഞ്ഞതിന് എന്തു പ്രയോജനം? ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു വന്നിരിക്കുക. വെളിപ്പെട്ട് വന്നിട്ട് അവിടെ ഇരുന്നോട്ടെന്ന് നമ്മൾ പറയുന്നത് അല്ല. ആ നീതി ഇന്ന് നിങ്ങളിലുണ്ട്. എന്നോട് കർത്താവ് പറഞ്ഞു, സാത്താൻ ആ മലമണ്ടയ്ക്ക് യേശുവിനെ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചത് നീ വെറും നസറേത്തുകാരൻ മാത്രമാണ് എന്നാണ്. എന്നാൽ യേശു ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ളതിൽ ഉറച്ചു നിന്നപ്പോൾ സാത്താനും ചൊല്ലിട്ടത് സമ്മതിക്കേണ്ടി വന്നു. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് 0 ആയിരിക്കും. ഞാനൊരു ചാലഞ്ച് വെക്കുക. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് 0 ആയിരിക്കും. നിങ്ങൾക്ക് അന്യഭാഷ പോലും നല്ലതായിട്ടുണ്ടാകത്തില്ല. നിങ്ങൾക്ക് വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാകത്തില്ല. ഈ വചനവും കൊണ്ടുപോകും. പരിശുദ്ധാത്മാവ്, ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇൻസ്റ്റാൾമെൻ്റ് അല്ല നിങ്ങളുടെ ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിൽ നിങ്ങളുടെ അകത്തുണ്ട്. ദൈവത്തിൻ്റെ നീതി അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങളുടെ അകത്തുണ്ട്. കർത്താവ് എൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ക്രിസ്തു എന്നിൽ വസിക്കുന്നുണ്ട്. ഈ ഒരു വചനം തന്നെ ഒരു 3-4 ദിവസം പ്രാർത്ഥനയിൽ ഇരുന്നൊന്ന് ഉരുവിട്ട് ഒന്ന് ധ്യാനിച്ച് ഒന്ന് ആത്മാവിൽ കയറി നിങ്ങളുടെ ഫൈനാൻസ് ചേഞ്ച് ആവും. നിങ്ങൾ പൈസയുടെ കാര്യം മിണ്ടണ്ട, പൈസ വരും. നിങ്ങൾ ഒരുത്തന്നെയും പുറകെ പൈസയുടെ പേര് നടക്കണ്ട, പൈസ നിങ്ങളുടെ പുറകെ വരും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചെല്ലുമ്പോൾ ഭൂതങ്ങൾ അലറും, അത്ഭുതങ്ങൾ നടക്കും. കാരണം ഇതാ സത്യം, ഇതാ സത്യം.